Hello friends, welcome back to Full Stack Solutions. Lead code problem number 217 contains duplicate. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Given an integer array nums, return true if any value appears at least twice in the array. And return false if every element is distinct. അതായത് നമുക്ക് ഇവിടെ ഒരു ഇൻറ്റിജർ array തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രൂ എന്ന് റിട്ടേൺ കൊടുക്കണം. എല്ലാ എലമെൻസും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ യൂണീക്ക് എലമെൻറ്റ്സ് ആണെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ കൊടുക്കണം. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ഇവിടെ 3 രീതിയിൽ ചെയ്യാം. നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിൽ നമുക്ക് നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. പിന്നെ വരുന്നത് സോർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സിനെ കണ്ടുപിടിക്കുന്ന രീതി. പിന്നെ വരുന്നതാണ് കുറച്ചുകൂടി ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഹാഷ് സെറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ് I assign 0, I less than nums dot length I increment. ഇനി ഇന്നർ ലൂപ്പിന് വേണ്ടിയിട്ട് for let j assign I plus 1 j less than nums dot length j increment. So നമുക്ക് ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യാം. if nums I equal to nums j. ഓക്കെ, അങ്ങനെ രണ്ട് എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ റിട്ടേൺ ട്രൂ. അതിനുശേഷം അങ്ങനെ ഒരു എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ഫാൾസ്. സോ ഇവിടെ ട്രൂ എന്നുള്ള റിപ്ലൈ കിട്ടി. 1 1 റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോബ്ലം തന്നെ ഇതിൻ്റെ എങ്ങനെയായിരിക്കും ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. നെസ്റ്റഡ് ലൂപ്പ് ആയതുകൊണ്ട് ഓഫ് n² ആയിരിക്കും. സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് 1 ആയിരിക്കും. നമുക്ക് ഈ പ്രോബ്ലം തന്നെ സോർട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഇൻറ്റിജർ അറേനെ സോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നംസ് ഡോട്ട് സോർട്ട് ഫംഗ്ഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് a, b a മൈനസ് b. നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ലെറ്റ് I assign 1 I less than nums dot length I increment. സോ നമുക്ക് കിട്ടിയ ഇൻറ്റിജർ അറേനെ നമ്മൾ സോർട്ട് ചെയ്തതിന് ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് നംസ് ഐയുടെ വാല്യൂ ഏതാണ് 1 ആണ്. 1ഉം അതിന് തൊട്ട് മുന്നിലുള്ള വാല്യൂയും തമ്മിൽ ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യണം. സോ നംസ് ഐ ഈക്വൽ ടു നംസ് ഐ മൈനസ് 1. ചെക്ക് ചെയ്തിട്ട് ഈക്വൽ ആണെങ്കിൽ റിട്ടേൺ ട്രൂ. ഇനി ഫോർ ലൂപ്പിന് ശേഷം അങ്ങനെ രണ്ട് വാല്യൂസ് ഇല്ലെങ്കിൽ റിട്ടേൺ ഫാൾസ് ആയിട്ട് കൊടുക്കും. ഓക്കെ, ഇവിടെ ട്രൂ ആണ്. രണ്ട് എലമെൻറ്റ്സ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റിപ്പീറ്റ് അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് സോർട്ട് യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം ചെയ്യണത്. ഇതിൽ നമുക്കിനി ഈ പ്രോബ്ലം ഹാഷ് സെറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഹാഷ് സെറ്റാണ് ഇതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. കാരണം സെറ്റിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് എല്ലാം യുണീക്ക് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഹാഷ് മാപ്പിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? കീ വാല്യൂ ആയിട്ടാണ്. അതിൽ കീസ് ആയിരിക്കും യുണീക്ക്. ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് വാല്യൂസ് ആയിരിക്കും. ഇൻഡെക്സിന് ഇതില്ല, പ്രസക്തിയില്ല. സോ യുണീക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ സെറ്റിൽ യൂസ് ചെയ്യുന്ന ഹാഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിൽ അവൈലബിലിറ്റി എക്സിസ്റ്റൻസ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അത് 2 തവണ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ആ വാല്യൂസ് ആഡ് ചെയ്യും.
ഓരോ വാല്യൂസും ആഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ അപ്രോച്ചിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ന്യൂ സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ന്യൂ സെറ്റ് ഒരു സെറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു ലൂപ്പ് യൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഏത് ലൂപ്പ് യൂസ് ചെയ്യേണ്ടത്? നമുക്ക് ജസ്റ്റ് റാൻഡം ഒരു ജസ്റ്റ് എല്ലാ എലമെൻറ്റ്സും ഒന്ന് ലൂപ്പ് ചെയ്താൽ മാത്രം മതി. നമുക്ക് അതിൻ്റെ ഇൻഡെക്സ് കൺട്രോൾ ചെയ്യേണ്ട, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് എൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യണത്. ഇവിടെ നമുക്ക് ജസ്റ്റ് എല്ലാ എലമെൻറ്റ്സും ജസ്റ്റ് ലൂപ്പ് ചെയ്താൽ മതി. സോ നമുക്കിവിടെ ഫോർ ഓഫ് ലൂപ്പ് യൂസ് ചെയ്യാം. ലെറ്റ് നം ഓഫ് നംസ്, അരയിലുള്ള ഈച്ച് എലമെൻറ്റ് നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. ഇഫ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇഫ് ന്യൂ സെറ്റ് ഡോട്ട് ഹാസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാണ് ഈ നമ്പർ ന്യൂ സെറ്റ് ഒബ്ജക്റ്റിൽ ഉണ്ടോ എന്നുള്ളത്. ഒബ്ജക്റ്റിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. സോ റിട്ടേൺ ട്രൂ കൊടുക്കും. അല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. ന്യൂ സെറ്റ് ഡോട്ട് മാപ്പിൽ യൂസ് ചെയ്യുന്നത് സെറ്റ് ആണെങ്കിൽ ഇവിടെ ആഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ആഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്, നമ്പർ ആഡ് ചെയ്യുന്നത്. എന്നുള്ള ആ നമ്പർ ആഡ് ചെയ്യും. ഓക്കെ, സോ ആദ്യത്തെ ഇറ്ററേഷനിൽ നമ്പർ ആഡ് ചെയ്യും. ഇപ്പോൾ 1 എന്നുള്ള നമ്പർ ആഡ് ചെയ്യും. ദെൻ അഗെയിൻ അടുത്ത ഇറ്ററേഷനിൽ 2 ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള ഇറ്ററേഷനിൽ 3 ആഡ് ചെയ്യും, 3 ആഡ് ചെയ്യും. ദെൻ ലാസ്റ്റ് 1 ആഡ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യും. ചെക്ക് ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഹാസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോഴായിരിക്കും റിട്ടേൺ ട്രൂ കൊടുക്കുന്നത്. സോ ഇനി അങ്ങനെ ഒരു എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ റിട്ടേൺ അവസാനം റിട്ടേൺ ഫാൾസ് കൊടുക്കും. ഓക്കെ, ഇവിടെ 1 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇനി നമുക്കൊരു ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫാൾസ്. ഓക്കെ, സോ ഇതിൽ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത് ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് n ആയിരിക്കും. ഓക്കെ, സോ ഈ 3 അപ്രോച്ചിലും ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.